നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ആവേശത്തിലേക്ക് പോവുകയാണ് കേരളം. കേരളത്തിൽ ഇക്കുറി ഭരണമാറ്റം ഉണ്ടാകുമോ, അതോ മൂന്നാം തവണയും പിണറായി ഭരണം നിലനിൽക്കുമോ? ഒരു അട്ടിമറിക്ക് BJPക്ക് ഇത്തവണ സ്കോപ്പുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. കേരളത്തിൽ ഇക്കുറി ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിലാണ് BJP ശ്രമിക്കുന്നത്. 30 സീറ്റ് നേടുമെന്ന് BJPയുടെ സംസ്ഥാന നേതൃത്വം പറയുമ്പോൾ 10 സീറ്റുകൾ വരെ BJPക്ക് നേടാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയും. അതിനുള്ള വോട്ട് ഷെയർ BJPക്ക് ഉണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത്. എന്തായാലും BJP കേരളത്തിൽ പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കാട്ടാക്കട. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും അധികം BJP വോട്ട് നേട്ടമുണ്ടാക്കിയ BJP വോട്ട് നേട്ടത്തിൽ 2ാം സ്ഥാനത്തെത്തിയ ഒരു മണ്ഡലം കൂടിയാണ് കാട്ടാക്കട. കാട്ടാക്കടയുടെ ഒരു രാഷ്ട്രീയ ഭൂമിശാസ്ത്രവും രാഷ്ട്രീയ സാഹചര്യവും എങ്ങനെയുണ്ട് നമുക്ക്? നിയമം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലമാണ് കാട്ടാക്കട. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയം തൊട്ട് BJPയുടെ വർക്കിന്റെ ഇമ്പാക്റ്റും എഫക്ട്സും കണ്ടു തുടങ്ങിയ മണ്ഡലമാണ് കാട്ടാക്കട. കാട്ടാക്കടയിൽ 1ാം സ്ഥാനത്ത് മുരളീധരനായിരുന്നു വന്ന ലോക്സഭ ഇലക്ഷനകത്ത്. പിന്നെ ഈ ഇലക്ഷനകത്ത് പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ഇപ്പം ഈ ലോക്സഭ ഇലക്ഷനിൽ 46,000 അടുത്ത് വോട്ടുണ്ട്. 2021 കൃഷ്ണദാസൻ 34,000 വോട്ട് മാത്രമേ നിയമസഭയിൽ കിട്ടിയുള്ളൂ. ആ സമയത്താണ് തദ്ദേശ ഇലക്ഷനകത്ത് 46,000 വോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാറ്റം വന്നു കഴിഞ്ഞു. പിന്നെന്താ പറയാ, PK കൃഷ്ണദാസനെ കുറിച്ച് അങ്ങനെ നമുക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മണ്ഡലം നിങ്ങൾ എനിക്ക് തന്നാലും എനിക്ക് വേണ്ട എന്ന് പറയുന്ന പുള്ളി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ BJPക്ക് സത്യം പറയാൻ സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. പുള്ളിക്ക് ഒരു MLA ആകാനുള്ള എല്ലാ യോഗ്യതയുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മണ്ഡലമാണ് കാട്ടാക്കട എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 2 ഇലക്ഷനകത്ത് ലോക്സഭ ഇലക്ഷനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും തദ്ദേശ ഇലക്ഷനകത്ത് നിയമസഭ ഇലക്ഷൻ നടക്കാറില്ല. ഉദാഹരണം നമുക്ക് ഫ്രണ്ടിലുണ്ട് തൃശ്ശൂർ നടന്ന കാര്യം പിന്നെ നടന്നതേ ഇല്ല. പക്ഷെ കാട്ടാക്കടയിൽ ലോക്സഭ ഇലക്ഷൻ നടന്ന കാര്യം അതേപോലെ തന്നെ സംഭവിച്ചു. തദ്ദേശ ഇലക്ഷൻ നടന്നു. അതായത് എനിക്ക് തോന്നുന്നു അതിന്റെ കാരണം BJP അത്രത്തോളം സ്ട്രോങ് ആയ ഒരു നിയോജക മണ്ഡലമാണ്, അല്ലെ? അങ്ങനെ പറയാൻ പറ്റും. BJP അടിസ്ഥാനപരമായി താഴെത്തട്ടിൽ BJPക്ക് കൃത്യമായ സംഘടനാ പ്രവർത്തനവും ശക്തമായ അടിത്തറയുമുള്ള ഒരു മണ്ഡലമാണെന്ന് പറയാം. നിയമത്തെ പോലെ അത് വ്യക്തമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജയിക്കാൻ നല്ല സാധ്യത ഉള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് അവിടെ ആര് മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വീണ്ടും മലയങ്കിഴി വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ. പിന്നെ ആര് വരുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതുപോലെ കോൺഗ്രസിന് കൺഫ്യൂഷൻ ഉള്ള ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് മുൻ MLA ഉണ്ട് ഇവിടെ കാട്ടാക്കടയുടെ ശക്തൻ. കാട്ടാക്കടയല്ല, നിയമത്തെ എനിക്ക് വേണ്ട എന്ന് പുള്ളി പറയുന്നുണ്ട്. എനിക്ക് മത്സരിക്കേണ്ട താല്പര്യമാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം. കാരണം മലയങ്കിഴി വേണുഗോപാലായിരുന്നു 42,000-ഓളം വോട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ജയിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ LDFന്റെ 2 ടൈം പോളിസി. 2 തവണ മത്സരിച്ച് കഴിഞ്ഞാൽ പിന്നെ 3ാം തവണ സീറ്റ് കൊടുക്കാറില്ല എന്നുള്ളതാണ് 2021 ശക്തമായിട്ട് അവർ നടപ്പിലാക്കി ചെയ്തു. പിണറായി വിജയനും 2 ടൈം അല്ലായിരുന്നു, ഫസ്റ്റ് ടൈം മാത്രമേ. 2 ടൈമിനകത്ത് KK ശൈലജയ്ക്ക് മാത്രമാണ് ഒരു ഇളവ് കൊടുത്തത്. പക്ഷെ ശൈലജയ്ക്ക് അന്ന് മണ്ഡലം മാറുന്നൊരു കാര്യം കൂടി പറയാറ്. അപ്പൊ 2 ടൈമിനകത്ത് ഇളവ് വന്നില്ലെങ്കിൽ IB സതീശ് മത്സരിക്കത്തില്ല. IB സതീശ് സുപ്രധാനമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. IB സതീശിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് ഒരുപാട് ചിലർക്ക് ആക്ഷേപങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും നല്ല MLA ആണ്, പണിയെടുക്കുന്ന MLA ആണ്. വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. രാഷ്ട്രീയപരമായി നോക്കുമ്പോഴത്തേക്കും വളരെ നല്ല MLA ആണ്. സതീശ് മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷ CPM-നുണ്ട്. സതീശ് മത്സരിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ കളം പിടിച്ചു കഴിഞ്ഞാൽ കളം പിടിക്കാം. അവിടെ പിന്നെ അച്യുത് പറയുന്നതിന്റെ ഒരു കാരണം കൂടെ ഉണ്ട്. BJP എനിക്ക് തോന്നുന്നു 2016 BJP 42,000-ഓളം വോട്ട് പിടിച്ചൊരു മണ്ഡലമാണെന്ന് തോന്നുന്നു. BJPക്ക് കൃത്യമായ ഒരു വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ 21 ആയപ്പോ BJP തന്നെ സ്വയം BJPയുടെ ഒരു ആലസ്യവും BJPക്ക് വലിയ വർക്കില്ലാതെ അലസതയായിരുന്നു BJP 2021 ഇത്രത്തോളം വോട്ട് കുറയാൻ കാരണം. വീണ്ടും അച്യുത് പറഞ്ഞ വളരെ കൃത്യമാണ്. ലോക്സഭയിലും തദ്ദേശത്തിൽ ഒരിക്കലും ഈ നിയമസഭയുടെയോ ലോക്സഭയുടെയോ പ്രതിഫലിക്കേണ്ടതല്ല. അവിടെ പോലും 46,000 വോട്ട് BJP നേടിയെന്ന് പറയുമ്പോൾ BJPക്ക് അവിടെ അത്രയും വോട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് 100 ദിവസം കിടക്കുമ്പോൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച്
നിങ്ങൾ ഇപ്പോഴേ വർക്ക് തുടങ്ങി. നിങ്ങൾ സംഘപരിവാറിനെയും പോഷക സംഘടനകളെയും ഒക്കെ കൂടെ ചേർത്തുകൊണ്ട് നിങ്ങളിലേക്ക് കിട്ടാവുന്ന ക്രൈസ്തവ വോട്ടുകളും മറ്റ് സമുദായ വോട്ടുകളും ഒക്കെ ചേർത്ത് നിങ്ങളൊന്ന് മത്സരിച്ചാഞ്ഞു പിടിച്ചാൽ നിങ്ങൾ ഒരു പ്രതീക്ഷ, നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും ഇല്ലാത്ത, നിങ്ങൾക്ക് ഒരു തരത്തിലും വോട്ട് ബാങ്ക് ഇല്ലാത്ത, വോട്ട് ഷെയർ ഇല്ലാത്തടത്ത് നിങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞിങ്ങനെ മാനത്തേക്ക് നോക്കിയിരിക്കുന്ന നിങ്ങളുടെ കയ്യിലുള്ളൊരു മണ്ഡലമാണ്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് BJP കുറിച്ച് പറയുമ്പോഴത്തേക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളുണ്ട്, അവിടെ പ്രവർത്തിക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2021 ഇലക്ഷൻ പറയുമ്പോഴത്തേക്കും സുരേന്ദ്രൻ രണ്ടിടത്താണ് മത്സരിച്ചത്. കോന്നിയിലും മത്സരിച്ച് മഞ്ചേശ്വരം മാത്രം വേറെ ചിലപ്പോൾ വരെ നടന്നു പോയി. ഈസിയായിട്ട് ജയിച്ചത്. 2016 87 വോട്ടിനാണ് സുരേന്ദ്രൻ തോറ്റു പോകുന്നത്. ആ 87 വോട്ട് കള്ളവോട്ടാന്ന് പറഞ്ഞ് പിന്നെ തെളിയിച്ചെടുക്കാൻ സുരേന്ദ്രൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ നിൽക്കുന്നിടത്ത് മത്സരിക്കാതെ രണ്ടിടത്തും മത്സരിച്ച് രണ്ടും പോയി. കോന്നിയിൽ ജയിക്കുമെന്നൊക്കെ ചിന്തിക്കുന്നതിനെ പോലും ശബരിമല നിൽക്കുന്ന മണ്ഡലമാണ്. അവർക്ക് രാഷ്ട്രീയമായ പ്രാധാന്യമുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ കോന്നി പോയി ജയിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ടിംഗ് പാറ്റേൺ നോക്കണ്ടേ? നിങ്ങൾ ആളുകളെ നിങ്ങൾക്ക് വിലക്കെടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കൊരു വലിയ ഇഷ്യൂ ഉണ്ടാക്കാം, ആ ഇഷ്യൂവിന്റെ ബേസിൽ നിങ്ങൾക്ക് വലിയ ഓളം ഉണ്ടാക്കാം. പക്ഷെ അവിടെ നമുക്ക് ഒരിടത്ത് 150 വോട്ടർമാരേ ഉള്ളൂ. 150 വോട്ടർമാരുടെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണ്, അവർ വോട്ട് ചെയ്യുന്ന ശൈലി എങ്ങനെയാണ്, അതിൽ നിഷ്പക്ഷ വോട്ടർമാർ 20 ഉണ്ടാവാം. ആ 20 പേരെല്ലാം നിങ്ങൾക്ക് പാർട്ടി വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് കാട്ടാക്കട. ആ കാട്ടാക്കടയെ കുറിച്ച് BJPയുടെ പിന്നെ ദേശീയ നേതൃത്വത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തിലോ ഒന്നും വലിയ ചർച്ചയില്ല. കാട്ടാക്കടയിൽ വരുന്നു, ആരെങ്കിലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ വരുന്നു, അവിടെ മത്സരിക്കുന്നു, ഒരു ചടങ്ങ് പോലെ അവിടെ വോട്ട് ചെയ്യുന്നു, പോകുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു സീനിയർ നേതാവ് വന്നു കഴിഞ്ഞാൽ, ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വൻ അത്ഭുതങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. ഞാൻ തിരിച്ച് അച്ഛനോട് ഒരു കാര്യം, അച്ഛന് ഇതിന്റെ ഗ്രൗണ്ട് ലെവൽ അറിയാവുന്നതോട് പറയുന്നത്, കായംകുളത്ത് 35,000 വോട്ട് മാത്രമേ BJPക്ക്. കായംകുളത്തേക്കാൾ സേഫ് ആണ് സത്യം. ഞാൻ ചോദിക്കുന്നത്, കായംകുളത്ത് 35,000 വോട്ട് മാത്രമേ BJPക്ക് ഉള്ളൂ, നിങ്ങൾക്ക് അല്ലെങ്കിൽ BJPക്ക് ഉള്ളൂ 35,000 വോട്ട്, സേഫ് വോട്ട് 35,000 വോട്ട്. അതിന് അപ്പുറത്തേക്കുള്ള വോട്ട് നിങ്ങൾ ഇതിന്റെ സമാഹരിക്കണം. ശോഭാ സുരേന്ദ്രൻ ആയതുകൊണ്ട് സമാഹരിക്കുമെന്ന് കരുതാം. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നിങ്ങൾക്ക് 45,000 വോട്ട് ഓൾറെഡി ഉണ്ട്, ഡെപ്പോസിറ്റ് ആണ്, നിങ്ങൾക്ക് നിക്ഷേപമാണ്, സേഫ് ഡെപ്പോസിറ്റ് ആണ്. ആ 45,000 വോട്ടോടത്ത് നിങ്ങൾക്ക് ഒരു 10,000 വോട്ട് കൂടെ പിടിച്ചാൽ 55,000 വോട്ട് പിടിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാം. അങ്ങനെ ഒരു മണ്ഡലം 10,000 വോട്ട് LDFന്റെ വോട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ ഷുവറായിട്ട് പറയുന്നു ജയിക്കും. കാരണം 65,000 66,000 വോട്ട് മാത്രമാണ് IB കഴിഞ്ഞ വേവിനിടെ പിടിച്ചത്. അപ്പൊ അതിനകത്തുനിന്ന് ഒരു 12,000 വോട്ട് മാറിക്കഴിഞ്ഞാൽ 12,000 വോട്ട് ഇപ്പോഴത്തെ 46,000 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2,000-3,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് BJPയുടെ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചു. എന്തുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല? എന്റെ ചോദ്യം എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ കാട്ടാക്കട പോലെ ഒരു മണ്ഡലം, ഞാൻ വർഷങ്ങളായി എന്റെ മാധ്യമ ജീവിതത്തില് ജന്മഭൂമിയിൽ ഇപ്പോ ജനയുഗത്തിലുള്ള രാജ 2012-ലോ 2014-ലോ എന്തോ ഞാനോട് ഒരു ബെറ്റ് വെച്ചിരുന്നു. BJP 40,000+ വോട്ട് കാട്ടാക്കടയിൽ അന്ന് നേടുമെന്ന്. അപ്പൊ ഞാൻ കാട്ടാക്കട മണ്ഡലത്തിനെ കുറിച്ച്, എന്റെ മണ്ഡലമാണ്, പഴയ നിയമം കാട്ടാക്കട എന്റെ മണ്ഡലമാണ്. പക്ഷെ അന്ന് എനിക്ക് ഞാൻ അവിടെ അത്രത്തോളം ഗ്രൗണ്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഞാനും രാജയും കൂടെ ഒരു ബെറ്റൊക്കെ വെച്ച് മത്സരിച്ചത് ശരിയായിരുന്നു. 2016 BJP 40,000 വോട്ട് നേടി. അന്ന് തന്നെ ഞെട്ടിപ്പിച്ചൊരു മണ്ഡലമാണ് കാട്ടാക്കട. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ BJP കൃത്യമായി ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിക്കുകയും BJP കൃത്യമായി പണിയെടുക്കുകയും ചെയ്ത ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ നിങ്ങൾ നിയമസഭയിലേക്ക് എത്തിരുമ്പോൾ ഈ കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമായിട്ട് കേരളത്തിലെ BJP നേതാക്കന്മാർ ആ കാട്ടാക്കടയെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം പറഞ്ഞ ഒരു ദൗർഭാഗ്യം. അതൊരു VIP മണ്ഡലമാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന സ്ഥലമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയോട് ചേർന്ന് കേന്ദ്ര സർക്കാരിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് വികസനമൊക്കെ പറഞ്ഞ് നിർത്താൻ പറ്റിയ സാധനമാണ്. അല്ല, എനിക്കൊന്നും BJPക്കാർക്ക് വേണ്ടെന്നാണോ അല്ലേ? IB സതീശന്റെ സമയം അല്ല, ഞാൻ ചോദിക്കുന്നത് എന്റെ പരിമിതമായ സംശയമാണ്. നമ്മൾ BJPയെ വിമർശിക്കുകയോ ആക്ഷേപിക്കുകയോ ഒന്നും അല്ല. നിങ്ങളുടെ കയ്യിൽ ഒരു മണ്ഡലമുണ്ട്, നിങ്ങൾക്ക് വിജയിക്കാവുന്ന ഒരു മണ്ഡലമുണ്ട്, ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾക്ക് അത് വേണ്ട എന്നുള്ള രീതി അല്ലെ, അങ്ങനെ ഒരു ഫീലിംഗ് അല്ലേ? അങ്ങനെ ഫീലിംഗ് ആണ് വരിക. അങ്ങനെ അവര് തന്ത്രപ്രധാന മണ്ഡലമായിട്ട് കണക്കാക്കുന്നുമില്ല. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോ ചേർത്ത് പറയേണ്ട കാര്യമാണ്. 10 സീറ്റ് അടുത്ത് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. 10 സീറ്റ് എന്ന് വളർന്ന് കയറാനേ പറ്റത്തുള്ളൂ. 35 സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞ പരിപാടി അങ്ങനെ നടക്കുന്ന കാര്യമാണ്. അതിന് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പൊ 10 സീറ്റ് കിട്ടിയില്ലെങ്കിൽ 31-ൽ 35 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് 10 സീറ്റ് 10-ന് 2-3 സീറ്റാണെങ്കിൽ 2031-ൽ നിങ്ങൾക്ക് 10 സീറ്റിലോട്ട് എത്താൻ പറ്റും. എങ്കിൽ പിന്നെ 36-ൽ നിങ്ങൾക്ക് ഭരണം കിട്ടത്തില്ല. 41-ൽ ചിലപ്പോൾ കിട്ടിയാലായി. അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വേറെ ആയിരിക്കും. അപ്പോൾ സംസ്ഥാനം ഭരിക്കണമെന്ന രീതിയിലോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു 10 സീറ്റ് ഇത്തവണ പിടിച്ചേ പറ്റും. 10 നിങ്ങൾക്ക് 31-ൽ 35 ആക്കാം. 35-36 സീറ്റ് നിങ്ങൾക്ക് BJPക്ക് സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ മറ്റത്തൂരിലും മറ്റിടത്തും പഞ്ചായത്തിലും നമ്മൾ കണ്ട കാര്യമുണ്ട്. അത് വേണമെങ്കിൽ
നടപ്പാക്കിയെടുക്കാൻ BJPക്ക് സാധിക്കും. പക്ഷെ ഇത്തവണ 2 അക്കത്തിലേക്ക് എത്തിയില്ല എങ്കിൽ BJPക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നം വരും. എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കോൺഗ്രസ് തളർന്നാലാണ് ഇത്രയും പറഞ്ഞ BJP കയറി പോകുന്നത്. പക്ഷെ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് കഴിഞ്ഞാൽ തളരേണ്ടത് കോൺഗ്രസ് അല്ല, CPM തളർന്നാൽ മാത്രമേ BJP ശക്തമായി നിൽക്കാൻ പറ്റത്തുള്ളൂ. ഏറ്റവും ഒരു ഉദാഹരണം പാലക്കാട് നഗരസഭയാണ്. CPM ഇല്ല, തകർന്നു തീർന്നു. BJP ഇപ്പോൾ എങ്ങനെ നോക്കിയാലും നഗരസഭ കയ്യിൽ നിന്ന് പോകത്തില്ല. അതേസമയത്ത് കോൺഗ്രസ് തളർന്നതാണെങ്കിൽ കോൺഗ്രസ് പിന്നെ പയ്യെ വീണ്ടും പൊങ്ങി വരുന്ന സമയത്ത് BJPക്ക് വീണ്ടും പുറമോട്ട് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെ BJPക്ക് ഇത് പിടിവള്ളിയാണ്. നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ അവസാനത്തെ പിടിവള്ളിയാണ്. 10 സീറ്റോടെ എത്തിക്കാൻ പറ്റും. നല്ല സ്ഥാനാർത്ഥികൾ നിർത്തുവാണെങ്കിൽ ചിലപ്പോൾ എത്തിക്കാൻ പറ്റും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മണ്ഡലമാണ് കാട്ടാക്കട. തദ്ദേശ ഇലക്ഷനിൽ 45,000-ന് മുകളിൽ വോട്ട് വന്നൊരു മണ്ഡലത്തിനകത്ത് ഇപ്പോഴും പ്രവർത്തനം ആരംഭിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് ചിന്തിക്കേണ്ട ചോദ്യമാണ്. അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാം. പലരും പ്രതീക്ഷിക്കുന്ന പോലെ മണ്ഡലം ചിലപ്പോൾ ജയിച്ചില്ല എന്ന് വരും. പക്ഷേ ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിക്കാൻ പറ്റും. തിരുവനന്തപുരത്ത് തന്നെ ജയിക്കാൻ പ്രതീക്ഷ ഒരുപാട് വെക്കുന്ന മണ്ഡലമുണ്ട്, A ക്ലാസ് മണ്ഡലമുണ്ട്. പക്ഷേ അവിടെ വളരെ വലിയ ഫൈറ്റ് ആയിരിക്കും. അതുപോലത്തെ ഒരു ഫൈറ്റ് ഇല്ലാത്ത മണ്ഡലമാണ്. കാരണം കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പോലും ഇതുവരെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല, ആരും പറയുന്ന പോലുമില്ല. അതുകൊണ്ട് തന്നെ കാട്ടാക്കട വളരെ രസകരമായിരിക്കും. കയ്യിലുണ്ടായിരുന്നത് കളഞ്ഞിട്ട് വേറെ വല്ല എടുക്കാൻ പോകുന്ന കഥ ഉണ്ടാകരുത്. എന്തായാലും BJP നേതൃത്വം ശ്രദ്ധിക്കുക. കാട്ടാക്കട നിങ്ങളുടെ A ക്ലാസ് മണ്ഡലമാണ്. ഇന്ന് കേരളത്തിൽ BJPക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് കാട്ടാക്കട. അത് പക്ഷേ BJPയുടെ കണ്ണിൽ മാത്രം കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിരാശകരമായിട്ടുള്ള കാര്യം. മറ്റൊരു മണ്ഡലമായി വീണ്ടും കാണാം. നമസ്കാരം.